ഈ പൂജയായ സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ കരിമ്പ്, അതൊക്കെ കുട്ടീസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വേരുള്ള ഭാഗം വലിയമ്മച്ചിനെ ഏൽപ്പിച്ചിട്ട് വലിയമ്മച്ചി ശുഭമായിട്ട് അത് കുഴിച്ചിട്ടാൽ നന്നായിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴിയൊക്കെ ഞങ്ങൾ അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. വലിയമ്മച്ചി ഇനി അതൊന്ന് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വലിയമ്മച്ചി അതൊക്കെ അതിൽ വെച്ച് നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് ഐശ്വര്യത്തോടു കൂടി വലിയമ്മച്ചി നട്ടാൽ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു കാര്യം നമുക്ക് ഷുവറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ഞങ്ങൾ വലിയമ്മച്ചിനെ തന്നെ ഏൽപ്പിക്കും. ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. അങ്ങനെ വലിയമ്മച്ചി അതൊക്കെ ഇതാക്കി നട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ അതിൻ്റെ പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നടന്നു എന്ന് കാണണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയും ഈ കരിമ്പിനൊരറ്റ ഉണ്ടാവില്ല കേട്ടോ. ഇന്നും പിന്നെ അതുപോലെ തന്നെ ചക്ക വേറെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേറൊരു സൈഡിൽ കുഴിച്ചിടണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ റംബൂട്ടാൻ കഴിച്ചതിന് ശേഷം ഹൈസാപ്പും മിഷുപ്പയും കൂടി 2 കുരു കുഴിച്ചിട്ടുണ്ടായിരുന്നേ. 2 റംബൂട്ടാനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെറുതെ അതൊരു തമാശക്കാണെന്നാണ് ഞാനന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സന്തോഷമായിട്ടോ 2 ഉണ്ടായത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്.